ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് സന്തോഷം ഒരാളും കൂടി ഉണ്ട്. ഹായ്. കുറച്ച് ആളായില്ലേ വിഷുവിനെ കണ്ടിട്ട്? എത്ര ആളായി കാണും? ഞാൻ മാർച്ചിലാണ് വന്ന അവസാനം. ഓക്കെ, ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ. ഓക്കെ, 5-6 months. 6 ആയില്ല, 4 months കഴിഞ്ഞു. ഓക്കെ, ഓ ഹിയർ യു ഗോ. സിറ്റ്. എന്തായാലും പൂട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നടക്കാണ്. പാപ്പ ഫോൺ, പാപ്പ ലാപ്ടോപ്പ്, പാപ്പ ഇങ്ങനെ പറയാ കൂടിയിട്ടുണ്ട്. പാപ്പ മോളായിട്ട് അമ്മാമ്മ ഗേൾ മാറി, ഇപ്പൊ പാപ്പ ഗേളായി അല്ലേ? പാപ്പ യെസ് സിറ്റ് ഹിയർ കം. ഇവിടെ കയറി ഇരിക്കൂ നോക്കട്ടെ, ഇവിടെ നോക്കട്ടെ. എല്ലാരും നോക്കി ഒരു ഹലോ പറയൂ. ഹലോ സേ ഹലോ. എഴുന്നേറ്റിരുന്ന് പറഞ്ഞേ ഹലോ. ഹലോ, ഗുഡ് ഗേൾ. പുടുവിന് ഇങ്ങനെ ഇത് ഞാൻ കൊടുക്കുകയാണ് അല്ലേ, വരയ്ക്കാനായിട്ട്. ഓക്കെ, പെൻ. അപ്പം വിഷു എത്തിയിട്ടുണ്ട്. ഇനി 1 മാസത്തെ ലീവിനാണ് വിഷു വന്നിരിക്കുന്നത്. 1 month ഹീസ് ഹിയർ. അപ്പം സന്തോഷമാണ്. ഇനി വിഷുവിന് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ അനു ഇപ്പോൾ ഇവിടെ ഇല്ല. അനുവിൻ്റെ കടയിൽ ഒരു വലിയ സെയിൽ നടക്കാൻ പോവാണ്. നാളെയാണ് എൻ്റെ പ്രോഗ്രാം. ദാറ്റ് ഈസ് എന്താ പറയുക, സാരി ഫെസ്റ്റ്. ഒരു വലിയ ഇവൻ്റായിട്ടാണ് ചെയ്യുന്നത്. വലിയ ഇവൻറ്റ് മീൻസ് ഷോപ്പിൽ തന്നെയാണ്, ബുട്ടീക്കിൽ തന്നെയാണ്. പക്ഷേ ഒരു അതായത് 5th ജൂലൈ 5th മുതൽ 12th വരെ നീണ്ടു നിൽക്കുന്ന ഒരു സാരി ഫെസ്റ്റ് സെയിലൊക്കെയാണ്. അപ്പോൾ കുറേ വെറൈറ്റി സാരീസും കുറേ സ്റ്റോക്കും കുറേ ഉണ്ട്. പിന്നെ കുറേ ഡിസ്പ്ലേക്ക് ഉണ്ടാവും. അതനുസരിച്ചിട്ട് എല്ലാവർക്കും വാങ്ങിക്കാം. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പാണ്. അനു 2-3 ദിവസമായിട്ട് ഭയങ്കര ബിസിയാണ്. വിഷ്ണു വന്നത് കൊണ്ട് ഇന്നലെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ സെക്കൻഡ് ഡേ. യെസ്. അപ്പോൾ ഇനി നാളെ നമ്മുടെ അനുവിൻ്റെ ഷോപ്പ് പ്രോഗ്രാം, അതിന് പോകണം. അങ്ങനെയല്ല. അപ്പോൾ വിഷുവിനെ ചെറുതായിട്ട് എൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. വലിയ വിശപ്പൊന്നും ഇല്ല അല്ലേ ഇപ്പോൾ പഴയതുപോലെ? വിശപ്പിന് കുറവൊന്നുമില്ല. പക്ഷെ എന്തൊക്കെ വേണമെന്നുള്ള തനി നാടനായാലും മതി. കുറച്ച് ചെറിയ കാര്യങ്ങൾ, നോൺ വെജും കഴിക്കാം. അങ്ങനെ. ഇവിടെ ഒരാൾ എന്താണ് കാണിക്കുന്നത്? പടം വരയ്ക്കുന്നു. ഓക്കെ, ശരി, നൈസ്. അപ്പോൾ പുടു ഈസ് എക്സൈറ്റഡ് അല്ലേ? പുടു പാപ്പ ഈസ് ഹിയർ. യു ആർ ഹാപ്പി? ആർ യു ഹാപ്പി? യാ, ഹാപ്പിയാണ്. ഹാപ്പി. നോ യു ദുബായിലെ അമ്മാമ്മക്ക് നീട്ടിരിക്കുകയാണ്. അമ്മാമ്മ ഗേളാണത്, അമ്മാമ്മ കുട്ടി. ഓക്കെ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാല് പറയും. പറയും പാപ്പ ഗേൾ എന്ന് പറയും. ഇപ്പോൾ പാപ്പ അമ്മാമ്മ ഗേൾ. അമ്മ കൂടെ ആണെങ്കിൽ പറയും അമ്മ അമ്മി അമ്മ ഗേൾ അല്ലേ പുടു? അങ്ങനെയല്ലേ പുടു പറയുന്നത്? പുടുവിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പുടുവിനെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. പുടു ഇതൊന്നും അറിയുന്നില്ല. അമ്മാമ്മ, യു ആർ ഗോയിങ് ടു ഡ്രോ അമ്മാമ്മ. ഓക്കെ, അമ്മമ്മ വരയ്ക്കാൻ പോണു വെറുതെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ വിഷ്ണു 1 മാസത്തോളം ഇവിടെ ഉണ്ട്. ഓക്കെ, കാണാം അല്ലേ? ഓക്കെ, ഇനി നാളെ അനുവിൻ്റെ കടയിലെ വിശേഷമൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഓ യാ, നൈസ്. വെരി ഗുഡ്. അതാണ് ദുബായിലെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ മറ്റേ വാർ സീനൊക്കെ ചോദിക്കേണ്ടി വരുമല്ലോ. അതെല്ലാം കഴിഞ്ഞു. ഇപ്പം ബാക്ക് ടു നോർമൽ. പിന്നെ വിഷു ദുബായ് യൂണിവേഴ്സിറ്റിയിലല്ലേ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ? അപ്പോൾ അവിടെ ഇപ്പോൾ അഡ്മിഷൻ്റെ യൂണിവേഴ്സിറ്റി ഓഫ് ദുബായ് ഇപ്പോൾ അഡ്മിഷൻ്റെ സമയമല്ലേ ഇപ്പോൾ? ഓക്കെ, പുടു ഡ്രോ. ലെറ്റ് മീ സീ. അമ്മാമ്മ ഡ്രോ. അമ്മാമ്മ ഓക്കെ, കഴിഞ്ഞോ? വരച്ചു കഴിഞ്ഞോ? അത് സ്വന്തമായിട്ട് വെച്ച് അതിനകത്തോട്ട് കറക്റ്റായിട്ട്. പുടു, പാപ്പ ആൻഡ് പുടു, കം. പാപ്പ പുടു ബേബി. ഹായ്. ഓഹോ, പുടുവിന് സുഖം. അവന് പുതിയ സൈക്കിളൊക്കെ പാപ്പ മേടിച്ചു കൊടുത്തു. ഓഹോ, ചവിട്ടി പഠിക്കൂ. ഞാൻ ചവിട്ടു. ഡു ഇറ്റ്. Yeah. Pupa's coming? Yes, Pupa. Look at this, Pupa. Wow. ഞങ്ങൾ ഇന്ന് പ്രധാന ദിവസം അനുക്കുട്ടിയുടെ ബുട്ടീക്ക് ലേബിൾ അനുരാധയിൽ ഒരു സാരി ഫെസ്റ്റ് തുടങ്ങുന്നു. അപ്പോൾ ഞാനാണ് ഇനോഗ്രേഷൻ. വിഷ്ണു ഉള്ള സമയമാണിത്. പുടു നോക്കൂ. പുടു ഇസ് ഡ്രസ്ഡ് ബ്യൂട്ടിഫുൾ. ഹലോ പറയൂ. ഹലോ. ലെറ്റ്സ് ഗോ. പുടു അമ്മാമ്മ എല്ലാവരും കൂടിയാണ് ഇനോഗ്രേറ്റ് നമ്മൾ.
ഇതിവിടെ വെച്ചിട്ട് ഒന്ന് പിടിച്ചു ഇതാ. ഓക്കെ കം അമ്മാമ്മ പിടു. ഓക്കെ കത്തി. യെസ് വാവ്. ക്ലാപ്പിംഗ്. ഇനി പുടുവിന് പൂ വേണോ? നോക്കൂ നല്ലല്ലേ? ബ്യൂട്ടിഫുൾ. ഇതെല്ലാം ഓക്കെ. ഇറ്റ്സ് ഓൾ നൈസ്. ആ അടിപൊളി അടിപൊളി. ഓക്കെ നൈസ് അടിപൊളി. അതിനിടയൊക്കെ ആണല്ലേ? അടിപൊളി. അവൻ അതിനകത്താണ് ഇരിക്കുന്നത്. ഓക്കെ. ഓ ബേബി. ഓക്കെ ഇവിടെയും സാരീസ് തന്നെയാണ്. ഓക്കെ വാവ് കുറേ ഉണ്ടല്ലോ കളക്ഷൻസ്. സൂപ്പർ. അപ്പോൾ ഈ സെയിൽ എത്ര ദിവസം വരെയാണ്? 12th വരെ സ്റ്റാർട്ടിങ്. ഓക്കെ ഇന്ന് തുടങ്ങുന്നു. 5 മുതൽ 12 വരെയാണ് സാരി ഫെസ്റ്റ്. യെസ്. നമുക്കിപ്പോൾ നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഒരു 999 റേഞ്ച് പോലെ ഒരു 26,000 ഓക്കെ 999 to 26,000 വരെയുള്ള സാരീസ് ഉണ്ട്. ഓക്കെ ഒരു 12ാം തീയതി വരെ ഉണ്ട്. ആർക്ക് വേണമെങ്കിലും വരാം അല്ലേ? സ്റ്റോർ സന്ദർശിക്കുക, മേടിക്കാം, കണ്ടു മേടിക്കാമല്ലോ. ഇതൊക്കെ നല്ല ഭംഗി കേട്ടോ. ഈ റെഡൊക്കെ ബനാറസി സ്റ്റൈലിലെ ബ്രൊക്കേഡഡ് സാരി വെരി നൈസ്. കുറേ ഉണ്ടല്ലോ കളക്ഷൻ ഇവിടെ എല്ലാം. പുടു കുട്ടി അവിടെ ഇടയിൽ കയറി പോയോ? അത് തിരിച്ചു വന്നോ? സോ മെനി കളക്ഷൻസ്. ഓക്കെ ഒരുപാട് സാരീസ് ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. എന്താ പറയുക, മൽമലുണ്ട്, ജംദാനി ഉണ്ട്, പിന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അനുവിനാണ് അറിയുന്നത്. ബട്ട് വെരി നൈസ് കളക്ഷൻ. പേസ്റ്റൽ ഷെയ്ഡ്സും ഉണ്ട്. ഈ ചെക്സൊക്കെ ഇപ്പോൾ ഭയങ്കര ഫാഷനബിളാണ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ്. അങ്ങനത്തെ കുറേ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്ന ഒരു ഏരിയ. അപ്പോൾ ഇവിടെ നമ്മുടെ ഓണത്തിൻ്റെ നോക്കുന്നത്. പൊന്നോണ തുമ്പി നോ ടച്ച്. അയ്യോ 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 മതി 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 പോണേ. Yeah, baby. Say hi to everybody. Say hi. Hello. Hi, namaste. എങ്ങനെ പറയാം? നമസ്തേ പറയുന്നത് എങ്ങനെയാ പോടും? ഗുഡ് ഗാഡ്. ഓക്കെ നൈസ്. പല ടൈപ്പ് ഓഫ് സാരീസ്, പല കളക്ഷൻസ്. പ്ലീസ് 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 പ്ലീസ്. അമ്മയുടെ വീടല്ലേ പിന്നെ? യാ അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. ബ്ലൗസ് ബൈ ലേബൽ അനുരാധ. യെസ്. അപ്പോൾ നമ്മൾ ഒരുപാട് സാരീസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനിയും ഡിസ്പ്ലേ ചെയ്യാൻ ഇഷ്ടംപോലെ സാരീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ച് കുറേ നല്ല ബ്യൂട്ടിഫുൾ പീസസ് ആണ്. നമ്മുടെ സാരി ഫെസ്റ്റ് വരുന്നത് ഇന്ന് 5th ജൂലൈ to 12th ജൂലൈ വരെയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ 7 മണി വരെ, 8 മണിയായാലും 9 മണിയായാലും പ്രശ്നമില്ല, നമ്മളിവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ അതാണ് നമ്മുടെ ഫെസ്റ്റിൻ്റെ ഉദ്ദേശം. അതായത് നല്ല പീസസ് കൊണ്ടുവരിക, അതാണ്. അപ്പം അത് കൂടാതെ തന്നെ നമ്മൾ കസ്റ്റം ടൈലറിങ്ങും ഡിസൈനിങ് എല്ലാം നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത ബ്രൈഡൽ വർക്ക്സും എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മൾ എല്ലാം ഡിസൈൻ ചെയ്തും തരുന്നതായിരിക്കും. അപ്പോൾ സാരീസ് എടുത്തു കഴിഞ്ഞാൽ ബ്ലൗസസ് നിങ്ങൾക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്യും. ഓക്കെ. ഓ താങ്ക് യു സോ മച്ച്. അടിപൊളി. ഓ എനിക്കൊരു ഗിഫ്റ്റ്. അടിപൊളി. Thank you so much.
ഇത് അനുവിൻ്റെ ഇവിടുത്തെ ഡിസൈൻ ചെയ്ത് തയ്ച്ചു തന്നാണ്. അനു ഇട്ടിരിക്കുന്നതും ഞാൻ ഇട്ടിരിക്കുന്നതും ബ്ലൗസ്. ഓക്കെ, ഇത് അനുവിൻ്റെ സാരി ഇവിടുത്തെ തന്നെയാണ് അല്ലേ അനു? യെസ്. യാ, ദിസ് ഇസ് എന്താ ഇതിൻ്റെ പറയൂ? ഇത് പ്യുവർ മൾട്ടിഷ്യൂ ആണ്. മൾട്ടിഷ്യൂ. റേഞ്ച് 2001. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതൽ തോന്നും കേട്ടോ. നല്ലൊരു കസവ് സാരിയൊക്കെ കൊടുത്ത പോലെ. ഇത് ഭയങ്കര നല്ലൊരു. ഇത് പ്യുവർ സിൽക്ക് ബ്ലൗസ് പീസ് എടുത്തിട്ട് ചെയ്തതാണ്. എനിക്ക് ഞാൻ സാധാരണ എത്ര ബാക്ക് അങ്ങനെ ഇറങ്ങി ഉള്ള ബ്ലൗസ് ഇടുന്ന ആളല്ല. പക്ഷെ ഇപ്രാവശ്യം ഇങ്ങനെയൊക്കെയാണ് അനു ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. നാഷണൽ ഹൈവേ 66 എൻ്റെ ഞാൻ സാധാരണ ഇടുന്നതാണ് ഫുൾ സ്ലീവ്. പക്ഷേ ബാക്ക് അങ്ങനെ ഇറക്കുക. അതുകൊണ്ട് ഇത് മുടി കെട്ടി വെച്ചത് അതുകൊണ്ടാണ് ബാക്ക്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും മുടി ലൂസ് ഹെയറാണല്ലോ. ഒരു ചേഞ്ച് അങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ചു. യെസ്, അനുവിൻ്റെ ഒരു പരിപാടിയല്ല. അനുവിൻ്റെ ബാഗ് കയറിയിട്ടും എൻ്റെ ബാഗ് ഇറങ്ങിയിട്ടും. ഇത് പക്ഷേ ലോ എന്താ പറയുന്ന ഇതിന് ഫ്രണ്ട് ലോ കട്ടാണ്. ലോ ആണ്. പക്ഷേ ഇതിങ്ങനത്തെ സാരി എടുക്കുമ്പോൾ അറിയില്ല. ഇതൊരു പാറ്റേൺ ആണ്. എനിക്ക് എപ്പോഴും യെല്ലോ റെഡ് എല്ലാവരും എന്നോട് ചോദിക്കുന്നു ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ യെല്ലോ ആണോ എന്ന്. കാര്യം എൻ്റെ കളക്ഷനിൽ കൂടുതൽ യെല്ലോ അങ്ങനെയില്ല. പക്ഷേ യെല്ലോ ഭയങ്കര ഇഷ്ടമാണ്, റെഡ് ഇഷ്ടമാണ്. പെട്ടെന്ന് എൻ്റെ കണ്ണടയ്ക്ക് പോകും. അതാണ് പ്രശ്നം. ഇത് നല്ലതാണ്, ഇതും ബ്യൂട്ടിഫുൾ. നൈസ് സാരി. ഇത് ഉടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഓ മൈ ഗോഡ്. അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെ ഇടാൻ പറ്റും. ദിസ് ഇസ് മൈ ഗിഫ്റ്റ്. സന്ധ്യ ഇല്ലാത്തൊരു പരിപാടി നമുക്കില്ല. ഓക്കെ, സന്ധ്യ ഇസ് ഹിയർ. പിന്നെ അനുവിൻ്റെ കസിൻസൊക്കെ ഉണ്ട്. കുട്ടു ചേട്ടൻ. കുട്ടു ഒരു ഹലോ പറയൂ. ഓടിത്തള്ളുന്നത് കുട്ടു വൈഫുണ്ട്. പിന്നെ എല്ലാവരും ഉണ്ട്. ആസ് സച്ച് എല്ലാവരും. അച്ഛനൊക്കെ വന്നിട്ടുണ്ട് അനുവിൻ്റെ. പിന്നെ വിഷ്ണു ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നതൊരു വലിയ സന്തോഷമല്ലേ. വിഷ്ണുവിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പൊടുവിന് കുറച്ച് നേരം ബോറടിക്കുന്നു. ഇപ്പം ഇങ്ങനെ നമ്മുടെയൊക്കെ മൊബൈൽ തപ്പി നടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇനോഗ്രൽ ഇവൻ്റ് എല്ലാം കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ കംപ്ലീറ്റ് ഇവൻ്റ് ഒരാളാണ്. അതായത് സീക്രട്ട് ബോക്സ് മഞ്ജുവിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പൊടുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആ ഇവൻ്റ് കംപ്ലീറ്റ് സീക്രട്ട് ബോക്സാണ് ചെയ്തത്. ഷീ ഈസ് വെരി പോപ്പുലർ. സീക്രട്ട് ബോക്സാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ അറിവിൽ ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിലെ എല്ലാ മേജർ ഇവൻറ്റ്സും ഇപ്പോൾ ഇവരാണ് ചെയ്യുന്നത്. ഇവൻറ്റ് കംപ്ലീറ്റ് സ്റ്റേജ് എന്തൊക്കെ ചെയ്യണം, ഫോട്ടോഗ്രാഫി, കേക്ക്, പിന്നെ ഈവന്റ് ഹോസ്റ്റിങ്ങും എല്ലാം ഉണ്ട്. അതാണ് ഒരു ആഡ് ഓൺ കേട്ടോ. ഹോസ്റ്റ് ചെയ്യും നന്നായിട്ട്, ഗെയിംസും ഒക്കെ ആയിട്ട്. അപ്പോൾ ബർത്ത്ഡേ പാർട്ടീസ് മാത്രമല്ല, ആനിവേഴ്സറീസ്, പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, സർപ്രൈസ് ഇവൻറ്റ്സ്. അത് ഭയങ്കര രസമായിട്ടാണ് ചെയ്യുന്നത്. നല്ല മനോഹരമായിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ആ സെക്കൻഡ് ബർത്ത്ഡേക്ക് അത്ര രസമായിട്ട് ചെയ്തതുകൊണ്ടാണ് വീണ്ടും നമ്മൾ മഞ്ജുവിൻ്റെ അടുത്ത് തന്നെ എത്തിയ സീക്രട്ട് ബോക്സിലെ തന്നെ നമ്മൾ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തു. താങ്ക് യു സോ മച്ച്. ഭയങ്കര റിച്ച് വർക്കാണ്. മീനാക്കാരി വർക്ക് ബനാറസിൽ. ഇതാണ് എൻ്റെ ബോഡി. ഇത് എൻ്റെ മുന്താണിയാണോ അതോ ഹാഫ് ആണോ? കുറച്ച് നല്ല ഗ്രാൻഡ് സാരിയാണ് അല്ലേ. കുറച്ച് എക്സ്പെൻസീവ് ടൈപ്പാണിത്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്. ഇത് 10,000 ഓക്കെ. പക്ഷേ ഇവിടെ ഒരു എത്ര രൂപ തൊട്ട് തുടങ്ങുന്നു? 999 തൊട്ട് 25,000 തൊട്ടുള്ള സാരീസ് ഉണ്ട്. ഇതൊക്കെ 10,000 ആ റേഞ്ചാണ്. നൈസ് വെരി ഭംഗി. നല്ല ഭംഗി, വെരി ഭംഗി, നല്ല ഭംഗി, വെരി മച്ച് ഭംഗി. പ്യുവർ ട്രസ് സിൽക്കിൻ്റെ പ്യുവർ സിൽക്കാണത്. ഇതെല്ലാം നല്ല പ്രൈസിയാണ്. അതല്ല പക്ഷെ നമ്മൾ നോർമലായിട്ടുള്ള 999 തൊട്ട്. അത് ഏതാണ് ഈ 999 കിടക്കുന്നത്? ഇത് ഏതാ ടൈപ്പ്? ഇതൊക്കെ 999 സാരി. എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഇത് 999 ഈ ടൈപ്പ്. ഇത് എത്രയാണ് മൽക്കോട്ടൻ്റെ എല്ലാം? 600. ഓക്കെ. ഫംഗ്ഷനെല്ലാം കഴിഞ്ഞു. നമ്മുടെ സാരി ഫെസ്റ്റാണ് ഇവിടെ, ലേബൽ അനുരാധയുടെ.
ഇന്ന് 5-ാം തീയതിയാണ്. 5 തൊട്ട് 12 വരെയാണ് ഈ ഒരു സംഭവം നടക്കുന്ന ഇവൻറ്റ്. ദാറ്റ് ഈസ് ഒരു സെയിലാണിത്, സാരി ഫെസ്റ്റ്. അപ്പോൾ എല്ലാ ടൈപ്പ് സാരീസും അതിൻ്റെ കളക്ഷനിൽ നിന്ന് ഹാൻഡ് പിക്റ്റായിട്ട് കുറേ ഉണ്ട്. അതെല്ലാം ഡിസ്പ്ലേക്ക് കൊണ്ട് നേരിട്ട് കണ്ട് വാങ്ങിക്കാം. പിന്നെ വാവ് പുടു ചൂലൊക്കെ ആയിട്ട് നടക്കാറ്. പിന്നെന്താ വെച്ചാൽ 3000 റുപ്പീസിന് എബവ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ലക്കി ഡ്രോയിൽ പങ്കെടുക്കാം. നല്ല ലക്കി അതിൽ നല്ല സമ്മാനങ്ങളൊക്കെ ഉണ്ട്. ഇത് 12-ാം തീയതി വരെ ഉണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും ഒരു 10:30 തുടങ്ങിയാൽ രാത്രി ഒരു 7-8 മണിയായാലും വന്നാലും ആൾക്കാരുണ്ടാവും ഇവിടെ. ഇന്ന് നല്ല തിരക്കുണ്ട്. എല്ലാവരും ഇങ്ങനെ വരുന്നു, സാധനങ്ങളൊക്കെ വാങ്ങുന്നു, പോകുന്നു. എല്ലാ റൂമും ഫുള്ളാണിപ്പോൾ. അപ്പോൾ ഇവിടുത്തെ തിരക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആൾക്കാർ വരുന്നു, മേടിക്കുന്നു, പോകുന്നു. അപ്പോൾ ഈ സെയിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ജൂലൈ ആണ്. ദിസ് വിൽ കണ്ടിന്യൂ ടിൽ 12th. അപ്പോൾ ഒരു 10-10:30 മുതൽ രാത്രി ഒരു 7-7:30-8 മണി വരെയും ഇത് ഓപ്പണാണ്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്ന് ഇഷ്ടമുള്ള സാരീസോ ഡ്രസ് മെറ്റീരിയൽസോ പിന്നെ എന്താ പറയുക, അല്ലാണ്ട് കട്ട് ചെയ്ത് വാങ്ങാൻ പറ്റും. അല്ലാണ്ട് സെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സൽവാർ സെറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ, വെറൈറ്റി ഓഫ് സാരീസ് ഉണ്ട്. എല്ലാ റേഞ്ചിലും ഉണ്ട്. 999 ഓൺവേർഡ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് അനുരാധയുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു സാരി ഫെസ്റ്റിൻ്റെ ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ദിവസമല്ലേ. അപ്പോൾ ഇനി ഇവിടുന്ന് പോകുന്നു. ഇപ്പോൾ തൽക്കാലം നമ്മൾ വീട്ടിൽ പോയിട്ട് കുറച്ച് ലഞ്ച് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരെ ഇപ്പോൾ വാക്കിംഗ് ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ പുടു നേരത്തെ സ്ഥലം വിട്ടു. വിഷ്ണുവും പുടുവും പോയി കഴിഞ്ഞു. പുടുവിന് പക്ഷേ ആളും ക്രൗഡൊക്കെ ആയപ്പോൾ പിന്നെ കുറച്ച് പാട് ഇവിടെ ഇങ്ങനെ ഓടി നടക്കാനൊക്കെ പറ്റുന്നില്ലല്ലോ. അതാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് സെയിലല്ല എങ്കിലും ഞാനും കസ്റ്റമറായി വന്നെന്ന് വാങ്ങിയിരിക്കുകയാണ്. അല്ലെങ്കിൽ എനിക്ക് അതിന് ഒരുപാട് സാരീസ് കൊണ്ട് തരാറുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം എനിക്കത് കസ്റ്റമറാകണം എന്ന് തോന്നി. ഓക്കെ, അപ്പോൾ താങ്ക് യു അനുകുട്ടി. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഞാൻ മേടിച്ച സാരി അതാണെന്ന് കാണണ്ടേ? ഓക്കെ, അത് കാണിക്കാം. ദിസ് ഇസ് ഇത് എന്തായിരുന്നു? സെമി ടസർ. ദിസ് ഇസ് 1000. സോഫ്റ്റാണ്, ഭയങ്കര രസമുണ്ട്. ഇതൊരു വൈബ്രൻറ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. ബേൺഡ് ഓറഞ്ച് ആണോ? സംതിങ് സിമിലർ. പക്ഷേ നല്ല രസമുള്ള, എനിക്ക് ഇഷ്ടമാണ് ഇത് ബ്രൈറ്റ് കളേഴ്സ്. ദിസ് ഇസ് 1499. അത്രേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട്. ഇതിനകത്ത് ബ്ലൗസ് ഉണ്ടോ? ഇല്ല അല്ലേ, വിത്ത് ബ്ലൗസാണ്. ഓക്കെ, സെയിം അല്ലേ? റണ്ണിങ് ആണോ ഇത്? ഓക്കെ, സെയിം ചെക്ക് തന്നെ. ഇത് മൽ കോട്ടൻ്റെ ആണ്. ഇത് പ്യുവർ മൽ കോട്ടൺ. 1799. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു റെഡ്, യെല്ലോ, വൈറ്റ് എല്ലാം കൂടെയുള്ള ചെക്സ് ഇപ്പോൾ ഭയങ്കര ഒരു ഇൻ ഫാഷനാണ്. നല്ല രസമായിട്ട് ടസൽസൊക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ. ഇത് ബ്ലൗസിൻ്റെ കൂടെ ഇടാം. യെല്ലോയിലും ഇടാം, വൈറ്റ് ഇടാം, ആൻഡ് ഈവൻ റെഡ്. 3 കളർ കോമ്പിനേഷൻ ഒക്കെയാണ്. സോ ദിസ് ഇസ് ദ ബിൽ. ഓക്കെ, എല്ലാം കൂടി മേടിച്ചു. അങ്ങനെ ഇനി നമ്മൾ പോകും. അയ്യ, ഇത്ര അടുത്താണ്. ഇവിടുന്ന് ജസ്റ്റ് നടന്നാൽ മതി. ഇപ്പോൾ ബാക്ക് എൻട്രൻസിൽ കൂടെ നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ കടയിലെ അനുവിൻ്റെ സാരി ഫെസ്റ്റ് ഇനോഗ്രേഷൻ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് കസ്റ്റമേഴ്സുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ 2 സാരിയൊക്കെ മേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സംഗീതയും സബിതയെല്ലാം നമ്മളോടൊപ്പം അവിടെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ സംഗീതയും സബിതയൊക്കെ ഉള്ളതുകൊണ്ട് പുടുവിൻ്റെ കൂടെയാണ് അവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ടൈം. എങ്കിലും സബിതേനെ ഞാൻ കുറേയൊക്കെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല നമ്മുടെ നാടൻ ഐറ്റമൊക്കെ ഉണ്ടാക്കാനൊക്കെ. എനിക്ക് കുറച്ച് തിരക്കാവുമ്പോൾ ശിക്കാൻ നന്നായിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തു തരും. പച്ചക്കറിയൊക്കെ ക്ലീൻ ചെയ്ത് വയ്ക്കും.
അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് കടലപ്പരിപ്പ് രാവിലെ തന്നെ വേവിച്ച് വെക്കാൻ പറഞ്ഞു, അത് ചെയ്തിട്ടുണ്ട്. കുറച്ച് മുരിങ്ങയില നമ്മുടെ മേളിൽ നിന്ന് എടുത്തുകൊണ്ട് ഇന്നലെ എടുത്ത് വെച്ചിരുന്നു, അത് ഇലയൊക്കെ ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലതല്ലേ, ഫുൾ ഓഫ് അയണാണ് നമ്മുടെ മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടൊരു തോരൻ, കടലപ്പരിപ്പ് വേവിച്ചത് കൊണ്ട് ഇതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാമല്ലോ. ഇതൊക്കെ രാവിലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ തോരൻ ആവശ്യമുള്ള തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സിമ്പിളായിട്ടൊരു പ്രത്യേക സാമ്പാറാണ്, അതായത് ഉടുപ്പി സാമ്പാറാണെന്ന് വെച്ചാൽ അല്ല. ഞാൻ ആ കർക്കാല ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഒരു ദക്ഷിണ കർണാടക ഭാഗത്തൊക്കെ ചില സ്ഥലത്തൊക്കെ കിട്ടുന്ന ടൈപ്പ് ഓഫ് സാമ്പാർ, നോട്ട് എക്സാക്ട്ലി ബട്ട് സംതിങ് സിമിലർ. അത് അവർ പരിപ്പ് വളരെ കുറച്ച് ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തു. മത്തങ്ങ മെയിനാണ്, അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നിച്ച് കുക്കറിൽ വെക്കുന്നു. കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ടാണ് അരച്ചിടുന്നത്. ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട്, ഒരുപാട് ബ്രൗൺ ആക്കുന്നില്ല എങ്കിലും തേങ്ങ അരച്ച് ഒരു പുളിങ്കറിയുടെ ടേസ്റ്റും കൂടി ഉണ്ടാവും. പുളിയൊക്കെ ചേർത്തിട്ട് ചെയ്യാം. ഓക്കെ, നോക്കിക്കോളൂ. സാമ്പാർ പരിപ്പ് ഇത്രയേ ഉള്ളൂ, വളരെ കുറച്ച് മതി എന്നാണ് ഞാൻ അവരുടെ നിന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഒരു 1/4 കപ്പ് ഞാൻ കഴുകി വെച്ചു. മത്തങ്ങ ഒരു കാൽ കിലോ എന്ന് പറയാം, ചങ്കി പീസസായിട്ട് തന്നെ മുറിച്ചിട്ടുണ്ട്. ഒരു വലിയ ടൊമാറ്റോയും എടുത്തു. പിന്നെ ഒരു സവാള, 2 പച്ചമുളക് 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്, എല്ലാം ഇട്ടു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരല്പം മഞ്ഞൾപ്പൊടി. അപ്പുറത്തെ വീട്ടിൽ കുറച്ച് ബാക്ക് സൈഡിൽ, അതായത് അപ്പുറത്തെ വീടല്ല, നമ്മുടെ രാമചന്ദ്രയുടെ ഗോഡൗണിൻ്റെ ഭാഗത്ത് ഏതാണ്ട് വെൽഡിങ്ങിൻ്റെ പരിപാടി നടക്കുക. അപ്പോൾ ഇവിടെ ഭയങ്കര ശബ്ദം, ഒരു രക്ഷയില്ല. ഇതിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വയ്ക്കും. ഒരു 2 വിസിൽ അത് മതിയാവും. ഇപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. ഇതിപ്പോൾ വിഷ്ണു കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് നാടൻ ഐറ്റമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. വിഷ്ണുവിന് സാമ്പാർ ഭയങ്കര ഇഷ്ടം. നോർമൽ സാമ്പാർ എപ്പോഴും ഇഷ്ടമാണല്ലോ. ഇത് സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അതൊരു സാമ്പാറാണ്, ബട്ട് ഡിഫറെൻറ്റ് സ്റ്റൈൽ. അപ്പോൾ അതിന് കുറച്ച് അരപ്പം കൂടി റെഡിയാക്കാം. ഈ സമയത്ത് എത്തിച്ചു ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് തേങ്ങ ഞാൻ ചിരകിയത് ചേർക്കുന്നു. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുക്കാം. ഇത് ഏതാണ്ട് കുറച്ചൊരു ബ്രൗൺ ആയാൽ മതി. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട്, മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ വെജിറ്റബിൾസിൽ ചേർത്ത് കഴിഞ്ഞു. പിന്നെ ഇച്ചിരി എന്താ പറയുക, ഇതെല്ലാം ഒന്ന് ചേർത്തൊന്ന് അരച്ചെടുക്കണം. ഇത് എൻ്റെ ഒരു മോഡിഫൈഡ് ഫോം ഓഫ് സാമ്പാറാണെന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. ഓക്കെ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണേ ഇതിനകത്തേക്ക്. കുറച്ച് പുളി, ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കൂടി ചേർക്കും. തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്, ബ്രൗൺ കളറായി വരുന്നു. ഇത്രയൊക്കെ മതി. തീ ഒന്ന് കുറച്ചിട്ട് ഇതിനകത്തേക്ക് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കും. മുളക് പൊടി എരിവിനനുസരിച്ചിട്ടാണ്, ഇത് കുറച്ചല്ലേ ഉള്ളൂ. അത് കാരണം നമുക്കൊരു 2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂണോ 1.5 ടീസ്പൂൺ ആയാലും മതി കേട്ടോ മുളക് പൊടി. നോക്കിയത് പിരിയമുളകിൻ്റെ പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കും. തീ ഓഫ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് പാകത്തിന് ഈ ഒരു ചൂടിൽ കടന്നിട്ട് മൂത്ത് കിട്ടും. ഇനി ഇത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം, ഒന്ന് തണുത്തിട്ട്. ബൈ ദ ടൈം നമ്മുടെ കുക്കറിൽ ഇട്ടിരിക്കുന്ന വെജിറ്റബിൾസും പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഫസ്റ്റ് വിസിൽ വന്നിട്ടില്ല. ഫസ്റ്റ് വിസിൽ വന്ന് തീ കുറച്ചിട്ട് ഒരു സെക്കൻഡ് വിസിലിന് വെയിറ്റ് ചെയ്യണം. ഫസ്റ്റ് വിസിൽ വന്നു, തീ കുറയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുക്കർ 2 വിസിൽ കഴിഞ്ഞ് ഞാൻ ഓഫ് ചെയ്തു. ഫസ്റ്റ് വിസിൽ ഫുൾ ഫ്ലെയിം, സെക്കൻഡ് വിസിൽ ചെറിയ ഫ്ലെയിമിൽ. എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. മത്തനൊക്കെ കുറച്ചൊക്കെ ഉടയണം, കുഴപ്പമൊന്നുമില്ല. പരിപ്പിൻ്റെ അളവ് കുറച്ച് മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു 1/4 കപ്പേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് പോലും ഇത്രയുണ്ട് കൊഴുപ്പ്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ അരപ്പം കൂടി ചേർക്കാം. ഇതിലിപ്പം പുളിയെല്ലാം കൂടി ചേർത്തിട്ടല്ലേ അരച്ചിരിക്കുന്നത്. യെസ്, ബാക്കി മിക്സിയിൽ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് തേങ്ങയുടെ അരപ്പും കൂടി ചേർക്കാം. പുളി ഉണ്ടാവും. ഇനി ഒന്ന് വീണ്ടും അടുപ്പ് കത്തിച്ചു കൊടുക്കാം. ഇളക്കിട്ട് വൺസ് മോർ ഉപ്പും കൂടി ചേർക്കാം. പുളി കുറച്ച് മതി കേട്ടോ, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നു. ഒരു 1/4 ടീസ്പൂൺ, 1/4 മുതൽ 1/2 വരെ ആകാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർക്കാം. ഇതെല്ലാം കൂടി കിടന്നിട്ടൊന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്കൊന്ന് താളിച്ച് ഒഴിക്കാം. കടുക്, വറ്റൽമുളക്, കറിവേപ്പില, മല്ലിയില വേണമെങ്കിൽ അതും ചേർക്കാം. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നു. ഇതിപ്പോൾ മത്തൻ കുറേ അങ്ങ് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് വെള്ളരിക്കയും കൂടി ചേർക്കാം. വെള്ളരിക്കയും മത്തനും. മത്തൻ ഇത്ര ഉടയണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 1 വിസലിന് വെയിറ്റ് ചെയ്യണം. മതി. എനിക്ക് ഇച്ചിരി ഉടഞ്ഞ് കിട്ടണം എന്നായിരുന്നു ആഗ്രഹം.
വെള്ളരിക്കയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ശർക്കരയും കൂടി ചേർക്കാം. ജസ്റ്റ് ഒരു ബാലൻസിങ്. 1 ടീസ്പൂൺ. ഇത് വേണമെങ്കിലും മതി കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ ചേർത്താലും മതി. പക്ഷെ അതും കൂടി ചേർത്താൽ കുറച്ച് ടേസ്റ്റ് കൂടും. നല്ല അടിപൊളി കറിയാണ്. നല്ലൊരു സാമ്പാറിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കട്ടെ. പെർഫെക്റ്റ്, എല്ലാം കറക്റ്റ്. ഇത് താളിച്ചൊഴിച്ചാൽ മാത്രം മതി. ഇതെങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ചൂടായി. 1 ടീസ്പൂൺ കടുക്, വറ്റൽ മുളക്, കറിവേപ്പില നല്ല കറി ഇട്ട് കൊടുക്കാം. വാവ്, നൈസ്. തീ ഓഫ് ചെയ്യാം. അത്രേ ഉള്ളൂ, സിമ്പിൾ. അടിപൊളി കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കും. ഒരു പറ ചോറുണ്ണാം എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു കറിയാണ്. ഡിഫറൻറ്റ് സാമ്പാർ. വീണ്ടും കൊച്ചടുക്കളയിൽ വേർത്ത് തുടങ്ങി ആസ് യൂഷ്വൽ. ഈ AC ഇവിടെ നന്നാക്കി വരുന്നത് വരെ എൻ്റെ കാര്യം കട്ടപ്പോക എന്നൊക്കെ പറയുന്നത് നമ്മൾ. അത് തന്നെ. ഇത് നോക്കിയേ, മുരിങ്ങയില. ഇത് ഏകദേശം ഒരു 3-4 കപ്പോളം ഉണ്ട് കേട്ടോ, എതിർത്തെടുത്തപ്പോൾ. ഇനി ഇതിനൊരു അരപ്പുണ്ടാക്കുന്നു. ജസ്റ്റ് തോരൻ്റെ അരപ്പാണ്. അപ്പോൾ 1 കപ്പ് തേങ്ങയുണ്ട്, ഒരു വലിയ അല്ലിയും ഒരു ചെറിയ അല്ലിയും, ഒരു പച്ചമുളക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്ത് ഇടാം. ഏതാണ്ട് ഒരു 1/2 ടീസ്പൂൺ മതി. ഇതൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. തോരൻ്റെ ഭാഗം. കടലപ്പരിപ്പ് 1/2 കപ്പ് വെള്ളത്തിലിട്ടിട്ടാണ് പുഴുങ്ങിയെടുത്തത്. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പിനകത്തുണ്ട്, 1.25 കപ്പോളം ഉണ്ട്. അതിവിടെ ഇരിക്കട്ടെ. മുരിങ്ങയില ഞാൻ പറഞ്ഞല്ലോ 4 കപ്പോളം ഉണ്ട്. 1 കപ്പ് തേങ്ങ ഇങ്ങനെ ചതച്ചിട്ടുണ്ട്. ഇനി ഒന്ന് താളിച്ചിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് അരപ്പും മുരിങ്ങയില പെട്ടെന്ന് വാടി കിട്ടും. എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ആവി കയറ്റും. ഓക്കെ, കുറച്ച് ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാം. കുറച്ച് വെളിച്ചെണ്ണ, 1.5 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ കടുക് ഇട്ട്. അപ്പോൾ കടുകെല്ലാം പൊട്ടിത്തുടങ്ങി. ഇനി നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളക് ആദ്യം കറിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പാണ് ആദ്യം ചേർക്കാൻ പോകുന്നത്. അരപ്പ് ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചച്ചുവന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഇലകളും ചേർക്കാം. ഇല ഞാൻ കഴുകി ഉണക്കിയാണ് ഇത് ഇങ്ങനെ ആക്കിയെടുത്തത്. ഓക്കെ, അതുകൊണ്ട് ഇതിലിപ്പോൾ ഈർപ്പമൊന്നുമില്ല. നമുക്ക് വേണമെന്നുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് തളിക്കും. ഇതങ്ങോട്ട് ആവി കയറുമ്പോൾ തന്നെ വേകുന്ന കാര്യമാണ്. മുരിങ്ങയില വളരെ വളരെ ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ധാരാളം അയൺ കണ്ടൻ്റ് ഉണ്ട്. നോക്കി ആവി കയറുമ്പോൾ തന്നെ അത് വാടുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വാടി കളറൊക്കെ ഇങ്ങനെ ഭയങ്കര ഭംഗിയാവും. അതാണ്. നല്ല മണമാണ്. യെസ്, ആ മുരിങ്ങയിലുള്ള മണവും വന്നു തുടങ്ങി വാടുമ്പോഴത്തേക്ക്. ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഓക്കെ, നമ്മൾ ഇരുമ്പ് ചട്ടിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ നിറം മാറും. ഇത് ഇരുമ്പുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ മൺചട്ടി തന്നെ എടുത്തത്. ഓക്കെ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഇതൊക്കെ നമ്മുടെ നാച്ചുറൽ ഫുഡ്സിൻ്റെ കൂട്ടത്തിൽ വരും. ഇനി ഇതിലേക്ക് ആ കടലപ്പരിപ്പ് വേവിച്ചതും കൂടി ചേർക്കാം. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് തട്ടിപ്പൊട്ടി വയ്ക്കാം. ഒരല്പം ഒരു വെള്ളം ഒന്ന് കുടയാം. ജസ്റ്റ് ഒന്ന് കുടഞ്ഞിട്ട് ഭയങ്കര ഡ്രൈ ആകണ്ടല്ലോ. നല്ല കോമ്പിനേഷനാണ് കടലപ്പരിപ്പും മുരിങ്ങയിലയും തോരൻ. ഇനി ഒന്ന് പാത്രം ഒന്ന് അടച്ചിടാം. എന്നിട്ട് ചെറിയ രീതിയിലേക്ക് മാറ്റാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഓക്കെ, അടച്ചിടാം. ഞാൻ ചട്ടി അടച്ച് ചെറിയ രീതിയിലാക്കി.
എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിരട്ടത്തവി ഉപയോഗിക്കുമ്പോൾ നാടൻ കാര്യങ്ങൾ ഇല നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇലയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഹെൽത്തി ഫീലിംഗ് തന്നെയാണ്. ഹെൽത്തി ആണ്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു ആരോഗ്യകരമായ കാര്യം കഴിക്കുന്ന ഒരു ഫീലിംഗ് വരും. ഓക്കെ, ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കാര്യം മുരിങ്ങയില ബൈ ഇറ്റ് സെൽഫ് ഭയങ്കര ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്കിഷ്ടമാണ്, പലർക്കും ഇഷ്ടമാണ്. പക്ഷേ ചെറിയൊരു കശപ്പ് പോലെ ഉണ്ടാവില്ലേ. പക്ഷേ ഈ കടലപ്പരിപ്പും കൂടി ചേർന്ന് വരുമ്പോൾ അതിന് വേറൊരു ലെവലാണ്, കുറേ കൂടി ടേസ്റ്റ് ആയിരിക്കും, കഴിക്കാനൊരു സുഖം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ആയിട്ടുണ്ടാവും, ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ആവിയെല്ലാം കയറി പാകത്തിന് മുരിഞ്ഞ് പാകത്തിന് വെന്തിട്ടുണ്ട് നന്നായിട്ട്. അയ്യോ വെന്ത് നല്ല കറക്റ്റായിട്ട് സെറ്റ്. കടലപ്പരിപ്പും 4 കപ്പ് മുരിങ്ങയില ഉണ്ടായിരുന്നു, 1 കപ്പ് വേവിച്ച കടലപ്പരിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഞാനിപ്പോൾ 1/2 കപ്പ് വേവിച്ചു, അതിലൊരു 1.25 കപ്പോളം കിട്ടി. അവസാനം ഞാൻ ആ 1/4 കപ്പും കൂടി ഇതിനകത്ത് ചേർത്തു. ഒരു കണക്ക് പറയുകയാണെങ്കിൽ 1 കപ്പ് മതിയാകും, കറക്റ്റായിരിക്കും. അതിലും കൂടുതലൊന്നും അല്ല. ഓക്കെ, ആ കടലപ്പരിപ്പ് വെന്തത് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടഞ്ഞ് ആ തേങ്ങയുടെയൊക്കെ കൂടെ അതും കൂടി ഒന്ന് ചേർന്ന് കിട്ടും. ഇറ്റ്സ് വെരി വെരി യമ്മി ഫുഡ് പറയുന്ന പോലെ. അടിപൊളി ടേസ്റ്റി. ഉപ്പൊക്കെ കറക്റ്റാണ്, എരിവ് കറക്റ്റാണ്. 1 പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ. നല്ല എരിവുള്ള പച്ചമുളകാണ്, മതി. ഭയങ്കര ഡ്രൈ ഔട്ട് ചെയ്യാതെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി. ഇതിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണല്ലോ താളിച്ചത്, പക്ഷേ ഈ മുരിങ്ങയില ആയതുകൊണ്ട് നല്ല കോമ്പിനേഷനാണ്. മുരിങ്ങയില വിത്ത് ഗീ, ഒരു ചെറിയ ടീസ്പൂൺ നെയ്യും കൂടി അവസാനം ചേർത്ത് കൊടുത്താൽ രക്ഷയില്ലാത്ത ടേസ്റ്റ് ആകും, കുറച്ചുകൂടി ബെറ്റർ ആവും. അതായത് പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് കുറച്ച് തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ സമയത്ത് അമ്മ ഇങ്ങനെ ഹോമിയോ മരുന്നിനപ്പുറം വേറെ ഒന്നും കഴിക്കില്ല, അലോപ്പതി ഒന്നും കഴിക്കില്ല. പിന്നെ നാച്ചുറൽ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ മുരിങ്ങയില സൂപ്പിട്ട് കുടിക്കും, മുരിങ്ങയിലയുടെ പല കാര്യങ്ങളും ചെയ്യും, എല്ലാം തൈറോയിഡിന് നല്ലതെന്ന് പറഞ്ഞ് ചെയ്യും. ആ സമയത്ത് കുറച്ച് നെയ്യിൽ ഈ മുരിങ്ങയില വറുത്തിട്ട് ഇങ്ങനെ വഴറ്റി കഴിക്കുന്ന ഒരു രീതിയാണ്. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു, എനിക്ക് തരുമായിരുന്നു. അതിങ്ങനെ നമ്മൾ ചോറിൻ്റെ കൂടെ ഇട്ട് കുഴച്ച് ആ നെയ്യും മുരിങ്ങയിലയും കൂടെ ചേർത്ത് കഴിച്ചാൽ ഭയങ്കര നല്ലതാണ്. കുട്ടികൾക്ക് കൊടുക്കും, അതിൻ്റെ എഫിഷ്യൻസി എല്ലാം മാറി കിട്ടും, അടിപൊളിയാണ്. ഇതിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തെങ്കിലും ചട്ടിക്കൊരു ചൂടുണ്ടല്ലോ, അതുകൊണ്ടിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും. അതിങ്ങനെ ആവി പറന്നുകൊണ്ടേയിരിക്കുന്നു. മാറ്റാൻ പോവാണേ അടുപ്പിൽ നിന്ന്. പറയാൻ പറ്റില്ല, അത്ര നല്ല മണം. മുരിങ്ങയില വെന്ത് വരുമ്പോൾ ഒരു മണമുണ്ട്. ഐ ലൈക്ക് ഇറ്റ്, ഭയങ്കര രസമാണ്. കഴിച്ചിട്ടില്ലാത്തവരിങ്ങനെ ചെയ്ത് കഴിച്ചു. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോകണം? ഇന്ന് ഞാൻ 2 കറി ഉണ്ടാക്കണുള്ളൂ, സമയം ഒരുപാട് വൈകി, അത് കാരണം. പ്ലസ് മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. എനിക്ക് തേങ്ങ ഇട്ടുണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ വെച്ച് തേങ്ങ, കൊച്ചുള്ളി, പച്ചമുളക് അരിഞ്ഞിട്ടിട്ട് ഒരു 2-3 ഓംലേറ്റ് ഉണ്ടാക്കി വയ്ക്കാം. ഓക്കെ, ബൗളിലേക്ക് മുട്ട ഒരു 4 എണ്ണം എടുക്കുന്നു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പാണ് ആദ്യം ചേർക്കുന്നത്. ഞാനൊരു ഉപ്പ് ഫാനാണ്. ഉപ്പില്ലെങ്കിൽ എന്ത് കൊള്ളാം അല്ലേ, ഒരു കാര്യവും നല്ലതല്ല. ഉപ്പ് ഇസ് ദ ബെസ്റ്റ്. പക്ഷേ ഒരുപാടായാൽ ദോഷവുമാണ്. പച്ചമുളക് ഇത് 1 എണ്ണം എടുക്കുന്നുള്ളൂ, അത്യാവശ്യം നല്ല എരിവാണ്. കൊച്ചുള്ളി അരിഞ്ഞത്, കൊച്ചുള്ളി എന്നാണ് പേര്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ വലിയ ഉള്ളി പോലെ ഇരിക്കും, അത്രയും സൈസ് ഉണ്ട്. കൊച്ചുള്ളിയാണ് ഇത്, സ്മോൾ ഒണിയൻസ്. ഇപ്പോഴത്തെ ഹൈബ്രിഡ് സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. തേങ്ങ ചിരകിയത്. ഓക്കെ, ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്, മതിയാകുമെന്ന് വിചാരിക്കുന്നു. 3 അല്ല, ഞാനൊരു കാര്യം ചെയ്യാൻ പോകണം, 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കാം. ഓക്കെ, കഴിഞ്ഞു. ഇനി അടുപ്പ് കത്തിക്കുന്നു, ഓംലെറ്റ്സ് ഉണ്ടാക്കുന്നു. നല്ല ചൂടുണ്ട് പുറത്ത്. ഇടയ്ക്ക് രാവിലെയൊക്കെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും മഴയില്ലാത്ത ദിവസം ഭയങ്കര ചൂടാണ്. എന്താണെന്നറിയില്ല, അങ്ങനെ ടെമ്പറേച്ചർ. എനിക്കിപ്പോൾ ചെറിയൊരു ജലദോഷം പോലെ തുടങ്ങുന്നു. എനിക്കൊന്ന് തലയൊക്കെ പുറത്തിട്ടായിരിക്കും. ചെറിയൊരു കിച്ച് ആൻഡ് സ്മോൾ തുമ്മുമൊക്കെ ചെയ്യുന്നുണ്ട്. മേ ബി ഇനി അടുത്ത തൊണ്ടവേനയും ജലദോഷമൊക്കെ വരാനുള്ള പ്ലാനാണ്. തലവേനയും ചെറുതായിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണ വയ്ക്കട്ടെ. ഇനി ഇതിൻ്റെ മുകളിലായിട്ടൊരല്പം
ഒരു 1/2 ടീസ്പൂൺ പോലും വേണ്ട, പേരിന് വേണ്ടി 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല കുറച്ചുകൂടി ഫ്ലഫിയാകും. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടാൽ കുറച്ചുകൂടി രസകരമാക്കാം. ആക്കിയിരിക്കുന്നതും കൂടി കുറച്ച് ഒരു മുട്ടയാക്കാം. ഓക്കെ, ഓംലെറ്റ് 1 മോർ. 4 മുട്ടയായിരുന്നു. ഓക്കെ, കൂടുതൽ ഉള്ളിയല്ല ഇതിനകത്ത് കയറിയേ. അത് ഞാൻ ആദ്യത്തെ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ അല്ലല്ലോ. കറിവേപ്പില അവിടെ ഇട്ടിട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ, അല്പം 1/2 ടീസ്പൂൺ. സെക്കൻഡ് ഓംലെറ്റ് ഇസ് ഓൾസോ സെറ്റ്. ഓ വാവ്, കറിവേപ്പിലയൊക്കെ വന്നിങ്ങനെ മെനൂഹിയായ ഓംലെറ്റ് റെഡി. ഓക്കെ, ഇതിപ്പോൾ ഓരോന്നും 2ആയിട്ട് മുറിക്കാൻ പറ്റും. നല്ല തിക്കായിട്ടുള്ള ഓംലെറ്റാണ്. 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. അതിന് ഒരെണ്ണം മുഴുവൻ വേണമെങ്കിലും കഴിക്കാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ മത്തങ്ങ സാമ്പാർ പത്രത്തിലേക്ക് മാറ്റുന്നു. ഓക്കെ, മത്തങ്ങ വറുത്തരച്ച സാമ്പാർ. ഓക്കെ, അങ്ങനെ തന്നെ പറയാം. മുകളിലായിട്ട് ഫ്രഷ് മല്ലിയില. യാ, അങ്ങനെ അടിപൊളി തോരൻ, ഹെൽത്തി വൺ, നല്ലൊരു സാമ്പാർ, എളുപ്പത്തിൽ ചെയ്യാം. ആൻഡ് ബ്യൂട്ടിഫുൾ ഓംലെറ്റ് സെറ്റ്. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞു ഫാസ്റ്റ്. പിന്നെ ഇന്നിപ്പോൾ വിഷുവൊക്കെ ഉള്ളതുകൊണ്ട്, വിഷുമോനെല്ലാം ഉള്ളതുകൊണ്ട് ഒന്നിച്ചിരുന്ന് കഴിക്കണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ഞാൻ നേരത്തെ കഴിക്കുന്നത് കാണിക്കാൻ കുറച്ച് പാടായതുകൊണ്ട് ഞാൻ ഇച്ചിരി ചോറെടുത്ത്, ഇത് പുടുവിൻ്റെ പ്ലേറ്റ് ആട്ടോ, ചെറിയ പ്ലേറ്റ്, കുറച്ച് പപ്പടം എടുത്ത് വെച്ചിട്ടുണ്ട് സൈഡിൽ. ഇന്ന് ഇച്ചിരി എടുത്തിട്ട് ഞാൻ കഴിച്ച് കാണിക്കാം. ഓംലെറ്റിനെ ഞാൻ പറഞ്ഞല്ലോ 4 ആക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ 4 പീസായി. ഇതിപ്പോൾ എൻ്റെ ആവശ്യത്തിന് ഞാൻ കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കുന്നു. അതിപ്പോൾ 8 പീസായി. 4 ഓംലെറ്റിൽ എത്ര കാര്യങ്ങൾ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, പിന്നെ ഇതിലേക്ക് ഞാൻ എൻ്റെ ഈ ചട്ടിയിൽ തന്നെ ഇരിക്കുന്നുണ്ടേ, ചൂടിട്ട് ഓക്കെ. സാമ്പാർ വയ്ക്കട്ടെ. മത്തങ്ങ വറുത്തരച്ച സാമ്പാർ. യെസ്, ഇനി ഓംലെറ്റിൻ്റെ ഒരു ചെറിയ പീസ് ഉണ്ട്, എടുക്കാം. ഓക്കെ, കൂടുതൽ കറിവേപ്പില ഉള്ളത് തന്നെ ഇരിക്കട്ടെ. ഇരുന്ന് കഴിക്കാത്തതിന് തന്നെ ഒരു കുറ്റം പറയരുത് കേട്ടോ. ഇത് ചില എമർജൻസി കാര്യങ്ങളിൽ അങ്ങനെയൊക്കെ നമുക്ക് ആകാം. പിന്നെ പപ്പടത്തിൻ്റെ ഷേപ്പ് എന്താ അറിയുക, ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത്, ചെറിയ ബോക്സിനകത്താണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ വിഷ്ണു പോയതിന് ശേഷം സത്യം പറഞ്ഞാൽ വിഷ്ണു ഇല്ലാത്തതാണ് പപ്പടം കാച്ചിൽ നിർത്തിയിരിക്കുകയാണ്. കാര്യം പുടുവിൻ്റെ ഭയങ്കര ഫേവറേറ്റാണ് പപ്പടം. പപ്പടം വലിയ ടിന്നിൽ കാച്ചി വയ്ക്കുമ്പോൾ പുടു 2-3 പപ്പടത്തിന് വേണ്ടി ബഹളമാണ്, എടുത്തിട്ട് പോകും. അങ്ങനെ ഒരുപാട് കൊടുക്കുന്നത് നല്ലതല്ലല്ലോ. അതുകൊണ്ട് പപ്പടം കട്ട് ഇപ്പോൾ വിഷ്ണു വന്നപ്പോൾ വീണ്ടും ഉണ്ടാക്കി. അപ്പോൾ ചെറിയ പീസസ് ആക്കി ചെറിയ ഡബ്ബയിലിട്ട് വെച്ചിരിക്കുക, പെട്ടെന്ന് പുടു കാണില്ല. അതാണ് അതിൻ്റെ കാര്യം. ദേ നോക്കിക്കോളൂ, കഴിച്ചാട്ട്. പിന്നെ ടേസ്റ്റ് പറയാനാണ് ഇത്രയും ചോറെടുത്ത്. മുരിങ്ങയിലയും കടലപ്പരിപ്പും കൂടെയുള്ള തോരൻ ആദ്യം. എന്ത് ടേസ്റ്റ് അറിയോ? അയ്യോ കുഴച്ചില്ല. ആൻഡ് ഓംലെറ്റിനെയും ഗംഭീരമാക്കി. ഇഷ്ടം തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടു. ഇനി പപ്പടവും സാമ്പാറും. സാമ്പാർ ഇസ് നോട്ട് മൈ ഫേവറേറ്റ്, പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സാമ്പാർ എനിക്ക് ഇഷ്ടമാണ്. സംതിങ് ഡിഫറെൻറ്റ്. പപ്പടമൊക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ തന്നെ കഴിക്കണം. വെരി ടേസ്റ്റി. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. എന്തിനാ അധികം കറിയല്ലേ, ഇത് തന്നെ ധാരാളം. പിന്നെ വേണമെങ്കിൽ തൈരുണ്ട്, അച്ചാറുണ്ട്, കാര്യങ്ങളൊക്കെ. ഇന്ന് നോൺ വെജ് എന്ന് പറയുന്നത് മുട്ടയെല്ലാം ഒതുക്കി ഞാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.
കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു ആൾ.